ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? രക്ഷകനല്ലേ, രക്ഷിക്കാൻ വന്നതായിരിക്കും. ആരത്? സുഗുണപാലൻ സാറോ? റെയ്ഡായിരിക്കും അല്ലേ? വല്ല ഗുണമുണ്ടോ എന്ന് വെച്ചാ പഴയ ഓലക്കെട്ടോ ഓസിയത്തോ കണ്ടുകിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാ ചോദിക്കുന്നത്. പഴയ പുരേടാ, ചിലപ്പോ വല്ല നിധിയോ പണക്കിഴിയോ എന്തെങ്കിലും കിട്ടാനും വഴിയുണ്ട്. അല്ല, നിങ്ങൾ വന്നപ്പോ തൂമ്പയോ കൂന്താലിയോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? കുഴിച്ചു നോക്കണ്ടേ? പോലീസുകാരുടെ കളിക്കല്ലേ, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. നന്നായിട്ട് അറിയാം സാറേ. കാക്കിയിട്ടുകൊണ്ട് സാറ് കാണിക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ എനിക്കറിയാം. മുമ്പ് കലാവതിക്ക് കൂട്ടുനിന്ന് കിമ്പളം പറ്റി സാറ് ചെയ്ത വേലത്തരങ്ങളൊക്കെ ഇപ്പതാ ഇവക്ക് വേണ്ടി ചെയ്യുന്നു. അല്ലാതെ ഈ പരാതിയിലൊന്നും ഒരു കഴമ്പും ഇല്ല. എന്റെ പരാതി ന്യായ. 2 കോടി എനിക്ക് നഷ്ടപ്പെട്ടത്, ഒപ്പം പണയം വെച്ച ആധാരവും മോഷ്ടിച്ചു. ദാ നിൽക്കുന്നത് നിന്റെ അച്ഛനല്ലേ, ക്രിമിനൽ, കൊലപാതകി. അയാളെ പറഞ്ഞോട്ട് മോഷ്ടിപ്പിച്ചതായിരിക്കും അല്ലേ? ഒന്ന് മാറിക്കൂ. എന്താ? ഒരു മിനിറ്റ് ഒന്ന് മാറിക്കൂ, ഒരു കാര്യം പറയാൻ. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ സുമേഷേ? നീ നിന്റെ കെട്ടിയോക്ക് നെയിൽ പോളിഷും കൺമഷിയൊക്കെ ഇട്ടങ്ങ് ജീവിച്ച പോരെ? പിന്നെ കൊലപാതകയാണെങ്കിലും ആ നിൽക്കുന്ന എന്റെ തന്തയാ. ചങ്കൂറ്റുള്ള തന്തയ്ക്ക് പറഞ്ഞ എന്റെ ഗുണം കാണിക്കാൻ നീ എന്നെ നിർബന്ധിക്കരുത്. സാർ ഇവിടെ ഒന്നുമില്ല സാർ, ആധാരം കിട്ടിയിട്ടില്ല. അപ്പൊ എങ്ങനെ തിരിച്ചു പോവല്ലേ? പോകും, പക്ഷേ സംശയത്തിന്റെ പേരിൽ എനിക്ക് അമൃതയെ കസ്റ്റഡിയിൽ എടുക്കാം. മോഷണക്കുറ്റമാണ്. എല്ലാത്തിനെ കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം സർ. അതെ, ഇവള് ഈ വിവരക്കേട് പറയുന്നത് മനസ്സിലാക്കാം. സാറിങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? കാണാതായതേ ഈ പുരയിടത്തിന്റെ ആധാര, അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അമൃത ഒരു കംപ്ലൈന്റ് എഴുതി സാറിന്റെ കയ്യിൽ തന്ന സംശയത്തിന്റെ പേരിൽ ദാ ഈ 2 അറസ്റ്റ് ചെയ്യേണ്ടി വരും. ആധാരം ദിവ്യപ്രഭയ്ക്ക് പണയപ്പെടുത്തിയതിന്റെ രേഖകളുണ്ട്. ഉണ്ടാവും, പക്ഷേ അതിന്റെ സത്യാവസ്ഥ ആദ്യം തെളിയട്ടെ. അത് കഴിഞ്ഞിട്ടാവാം കസ്റ്റഡി അറസ്റ്റും ഒക്കെ. അതല്ലാതെ വെറും ഒരു സംശയത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്താ സാറേ വിവരം അറിയും. നിയമവും ന്യായവും ഒക്കെ എനിക്കും അറിയാം. അപ്പൊ എന്റെ 2 കോടി മണ്ണാൻ കട്ട. 1 രൂപ കൊടുത്തിട്ടില്ല നീ. കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖ കാണിക്കണം. 2 കോടി രൂപയുടെ സോഴ്സ് കാണിക്കുക, ടാക്സ് അടച്ചതിന്റെ ഡീറ്റെയിൽസും കാണിക്കുക. അതിന് ഞങ്ങൾ ബാങ്ക് വഴിയല്ല കൊടുത്തത്, ക്യാഷ് ആയിട്ടാ കൊടുത്തത്. 2 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് ആർക്കും കൈമാറാൻ പാടില്ലെന്നാണ് നിയമം. അത്തരം കൈമാറ്റം നടന്നാൽ അതിനെയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, ബ്ലാക്ക് മണി ആണെങ്കിലും ക്യാഷ് ക്യാഷ് തന്നെയല്ലേ? അപ്പൊ എങ്ങനെയാ സാറേ, 2നെയും അറസ്റ്റ് ചെയ്തും കൊണ്ടുപോവല്ലേ? ബ്ലാക്ക് മണിയാണ് കൈവശം ഉണ്ടായിരുന്നത് എന്ന് വെച്ചാ സർക്കാരിന് ടാക്സ് കൊടുക്കാതെ പൂഴ്ത്തി വെച്ച കള്ളപ്പണം. ഇനി ആ സോഴ്സും കൂടെ കിട്ടിയ കംപ്ലീറ്റ് ആയി. ബ്ലാക്ക് മണി എന്ന് ഞാൻ പറഞ്ഞത് റെഡി ക്യാഷ് കൊടുത്തു എന്നാ. അത് ഞാൻ ഗൾഫിൽ വെച്ച് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. അപ്പൊ ഇത് കൂടുതൽ രേഖയായി. സുമേഷേ, NRI അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നീ കാണിച്ചേ പറ്റൂ. അതും ബാങ്ക് വഴിയല്ലേ ഇവിടെ എത്തൂ. ഗൾഫിൽ സമ്പാദിച്ച പണം ബാങ്ക് വഴിയല്ലാതെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പേര് കുഴൽ പണമെന്നാണ്. ദിവ്യ, അപ്പൊ എങ്ങനെ? നിയമത്തിന്റെ വഴിക്ക് പോട്ടെ അല്ലേ? പോലീസിലെ ഈ സുഗുണപാലൻ സാറ് മാത്രമല്ല ഉള്ളത്, അതിനും മുകളില് ഒരുപാട് നക്ഷത്രവും സ്തംഭവും ഒക്കെ ഉള്ള കൊള്ളാവുന്ന ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട, ന്യൂസ് ചാനലിലും പത്രത്തിലും ഒക്കെ ഒരു ചൂടൻ വാർത്തയും കൊടുക്കാം. ഈ പുതിയ പിള്ളേര് പറയുന്ന പോലെ പണി പാലും വെള്ളത്തിലെന്ന് സാറ് കേട്ടിട്ടില്ലേ? അങ്ങനെ ചെയ്യട്ടെ ഞാൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ
ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.